മേരുദണ്ഡത്തിൻ്റെ മധ്യേ എന്ന് അർത്ഥം. അതായത് മൂലാധാരം തൊട്ട് ബ്രഹ്മരന്ധ്രം വരെ വ്യാപിക്കുന്നു. ത്രിപുര സാര സമുച്ഛായ മേരുദണ്ഡത്തിൻ്റെ നടുവിലുള്ള സുഷിരത്തിൽ ബ്രഹ്മരന്ധ്രം തൊട്ട് ആധാരം വരെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ത്രിധയ ഗുണമയി, ത്രിധയം ഗുണം, സുഷുമ്ന, വജ്ര, മിത്രിണി എന്നീ 3 സൂത്രത്തോടുകൂടിയ തദാത്മിക 3 സ്വരൂപത്തോടുകൂടിയവൾ. ജാതയിൽ ഈ 3 ചേർന്നിരിക്കുകയാണ്. സത്യം, രജസ്, തമസ് എന്നീ ഗുണത്തോട് ചേർന്നിരിക്കുന്നവൾ എന്നും പറയാം. അപ്രകാരം മിത്രിണി സത്വ ഗുണപ്രധാനവും വജ്ര രജോഗുണമയിയും സുഷുമ്ന തമസ്സുമാകുന്നു. ചന്ദ്ര സൂര്യ അഗ്നിരൂപ. മിത്രിണി ചന്ദ്രകാന്തിയോടുകൂടിയതും അതിനാൽ ശുക്ലവർണ്ണയും, വജ്രിണി സൂര്യസദൃശ്യം അതിനാൽ ഉറുമാമ്പഴം പോലെ ചുവന്നതും, സുഷുമ്ന അഗ്നിസ്വരൂപിണിയും അതിനാൽ രക്തവർണ്ണയും ആകുന്നു. സുഷുമ്ന ഏറ്റവും പുറമേയുള്ളതും മിത്രിണി ഏറ്റവും ഉള്ളിലുള്ളതുമാകുന്നു. കന്ത മധ്യ ചിരസ്ഥ, സർവനാഡികളുടെയും മൂലം എന്നർത്ഥം. ഗുധാദാതു ദ്വാ ഗുദാലിംഗം ഊർധം റേടാത്തതോ ഊധാലാദതാം ചതുരംഗുല വിസ്താരം കന്ധമൂലം ഗഖണ്ഡവാത് നാഡ്യാസ്തസ്മാത് സമുത്പന്ന സഹസ്രാണാം ദീ സപ്തതി. ഗുദത്തിങ്കൽ നിന്ന് 2 അങ്കുലം മേലെയായും ഇടായാം യമുനാം ദേവി പിംഗളായാം സരസ്വതി സുഷുമ്നായാം വസേത് ഗംഗ താസാം യോഗസ്ത്രീധാ ഭവേത് സംഘദാതു ജാമൂലേ ച വിമുക്താ ഭ്രൂവിയോഗത ത്രിവേണി യോഗ സാ പ്രോക്ത തത്ര സ്നാനം മഹാഫലം. ഇടയിൽ യമുനാ ദേവിയും പിങ്കളയിൽ സരസ്വതിയും സുഷുമ്നയിൽ ഗംഗയും വസിക്കുന്നു. ഇവിടെ യോഗം 3 വിധത്തിൽ ഭവിക്കുന്നു. ധ്വജമൂലത്തിൽ കൂടിച്ചേർന്നിട്ടും ഭ്രൂമധ്യത്തിൽ വിയോജിപ്പോടുകൂടിയും നിൽക്കുന്ന ഇതിനെ ത്രിവേണി സംഗമം എന്ന് പറയുന്നു. അവിടെയുള്ള സ്നാനം മഹാഫലത്തെ പ്രദാനം ചെയ്യുന്നതാകുന്നു. ഈ 3 ഗ്രന്ഥികളെ ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്ന്. ഗുദത്തിൽ നിന്ന് 2 അങ്കുലം മേലെയായും മരേടത്തിൽ നിന്ന് 2 അങ്കുലം താഴെയായും 4 അങ്കുലം വിസ്താരത്തോടുകൂടി പക്ഷിമുട്ടയുടെ ആകൃതിയിൽ ഈ കന്ധമൂലം സ്ഥിതി ചെയ്യുന്നു. അതിൽ നിന്ന് 72,000 നാഡികൾ ഉത്ഭവിക്കുന്നു. ആ കന്ധത്തിൽ നിന്ന് ആരംഭിച്ച് ശിരസിങ്കൽ സ്ഥിതി ചെയ്യുന്ന താഴോട്ട് മുഖമായിട്ടുള്ള സഹസ്രപത്മത്തിൻ്റെ കർണികയിൽ സ്ഥിതി ചെയ്യുന്ന 12 ദളങ്ങളുള്ള പങ്കജത്തിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്നു. കുണ്ഡലി വിവരാങ്കാണ്ഡമണ്ഡിതം ദ്വാദശാമ സരാസീരുഹം ഭജയ്യ.